അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ കഅബാലയം അല്ലാഹുവിൻ്റെ ഭവനമാണ്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളുടെയും ഖിബ്ലയാണ് കഅബ. ഈ കഅബ ഷരീഫിനെ പൊളിക്കാൻ ഒരു നാൾ അബ്രഹത്തും സംഘവും അതിന് തയ്യാറെടുക്കുകയും അങ്ങനെ എല്ലാ സന്നാഹങ്ങളും ഒരുങ്ങി അവൻ കഅബ പൊളിക്കാൻ തീരുമാനിച്ചു. തീരുമാനപ്രകാരം അവൻ്റെ സൈന്യവും കൂടി കഅബയുടെ അടുത്തേക്ക് വന്നപ്പോൾ തുച്ഛം ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്ക് തടുക്കാൻ കഴിയാത്ത ആ ഒരു അവസ്ഥ. ആ സമയത്താണ് അബാബീൽ എന്ന് പറയുന്ന പക്ഷിക്കൂട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പക്ഷിക്കൂട്ടത്തെ അയക്കുന്നത്. അവരുടെ കൊക്കുകളിൽ ചൂടുകൂടിയ തിളച്ചുമറിയുന്ന കല്ലുകൾ ഉണ്ടായിരുന്നു. അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആ പക്ഷികൾ വന്ന സൈന്യത്തിൻ്റെ മേൽ എറിയുകയാണ്. അങ്ങനെ ആനകളും സൈന്യങ്ങളും ഒന്നടങ്കം നശിച്ച് തിന്നപ്പെട്ട വൈക്കോലുകളെ പോലെ ആയി മാറുകയാണ് ചെയ്തത്. ഇവിടെ ഇത് പറയാൻ കാരണം സൂറത്തുൽ ഫീലിനെ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഫീൽ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എത്ര വലിയ ശത്രുക്കളായാലും പേടിയില്ലാതെ മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാം. കാരണം കഅബയെ സംരക്ഷിച്ച യജമാനനായ അള്ളാഹുവിന് ഈ നമ്മെപ്പോലുള്ളവരെ സംരക്ഷിക്കാൻ എത്ര വലിയ പാടുണ്ടോ? ഇല്ല എന്ന് നാം മനസ്സിലാക്കുകയും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫീൽ അവൻ്റെ ജീവിതത്തിൽ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്താൽ ഒരു ശത്രുവും അവൻ്റെ നേർക്ക് വരികയില്ല. അതുകൊണ്ട് പല ആളുകൾക്കും സൂറത്തുൽ ഫീലിനെ പരിചയമുണ്ടാകാം. എന്നാലും സൂറത്തുൽ ഫീൽ ഒന്ന് പാരായണം ചെയ്തു തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف مأكول. സൂറത്തുൽ ഫീലിൽ തന്നെ ആ ഒരു ചരിത്രമാണ് കാര്യമായിട്ട് പറയുന്നത്. പാരായണം ചെയ്യാനും അനുഭവങ്ങൾ നേടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.